തിരുവനന്തപുരം കമലേശ്വരത്ത് സൈനൈഡ് കഴിച്ച ജീവനൊടുക്കിയ അമ്മയും മകളും നേരിട്ടത് കടുത്ത അപമാനവും അവഗണനയും. മകൾ ഗ്രീഷ്മയെ അവളുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ കറിവേപ്പില പോലെ ഉപേക്ഷിച്ചതാണ് ആത്മഹത്യക്ക് കാരണം. വെറും 25 ദിവസം മാത്രമാണ് ഗ്രീഷ്മയും ഭർത്താവ് ഉണ്ണികൃഷ്ണനും ഒന്നിച്ചു കഴിഞ്ഞത്. 25 ദിവസങ്ങൾക്ക് പിന്നാലെ ഉണ്ണികൃഷ്ണൻ ഗ്രീഷ്മയെ ഉപേക്ഷിക്കുകയായിരുന്നു. ഇത് ഗ്രീഷ്മയ്ക്കും അവരുടെ അമ്മയ്ക്കും താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. മരിച്ച ഗ്രീഷ്മയ്ക്ക് ഐശ്വര്യമില്ലെന്ന് പറഞ്ഞാണ് ഭർത്താവ് ഉപേക്ഷിച്ചത്. ഭർത്താവ് ഉണ്ണികൃഷ്ണൻ അയർലൻഡ് PhD വിദ്യാർത്ഥിയാണ്. 6 വർഷം പരിശ്രമിച്ചിട്ടും തനിക്ക് PhD പൂർത്തിയാക്കാൻ സാധിക്കാത്തത് ഗ്രീഷ്മയുടെ ഐശ്വര്യക്കുറവ് കൊണ്ടാണെന്നാണ് ഉണ്ണികൃഷ്ണൻ പറയുമായിരുന്നുവെന്നും ബന്ധുക്കൾ വ്യക്തമാക്കുന്നു. ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി അയർലൻഡിൽ നിന്നും എത്തിയ ഉണ്ണികൃഷ്ണൻ മരണവീട്ടിൽ വെച്ചും അമ്മ സജിതയും ഗ്രീഷ്മയും അപമാനിച്ചുവെന്നും ബന്ധുക്കൾ പറഞ്ഞു. ബന്ധുക്കളുടെ മുന്നിൽ വെച്ച് നീ ആരാണ് എന്ന് ഗ്രീഷ്മയോട് ചോദിച്ചു. ഇനി നിന്നെ എനിക്ക് വേണ്ട എന്നും പറഞ്ഞു. ഇതുകേട്ട് നിന്ന അമ്മ സജിതയ്ക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. അവർക്കത് താങ്ങാൻ കഴിഞ്ഞില്ല. ഇതാണ് ജീവനൊടുക്കാൻ പെട്ടെന്നുള്ള കാരണമെന്നും ബന്ധുക്കൾ പറയുന്നു. സജിത ബന്ധുക്കൾക്ക് അയച്ച വാട്സപ്പ് സന്ദേശത്തിലും ഇക്കാര്യം പറയുന്നുണ്ട്. 200-ലധികം പവൻ സ്വർണവും വസ്തുക്കളും വീടുമെല്ലാം നൽകിയാണ് ഗ്രീഷ്മയെ വിവാഹം കഴിച്ചയച്ചത്. 25 ദിവസം കൂടെ താമസിച്ച് മകളെ ഉപേക്ഷിച്ചു. ഈ അപമാനഭാരം താങ്ങാൻ കഴിയുന്നില്ലെന്നും സജിത ബന്ധുക്കൾക്ക് അയച്ച സന്ദേശത്തിൽ പറയുന്നു. ഗ്രീഷ്മയ്ക്കും അമ്മയ്ക്കും ജീവനൊടുക്കാനായി സൈനൈഡ് ലഭിച്ചത് അവരുടെ അച്ഛൻ സൂക്ഷിച്ചു വെച്ചതിൽ നിന്നാണെന്ന് റിപ്പോർട്ട് പറയുന്നു. ഗ്രീഷ്മയുടെ പിതാവിന് കൃഷിവകുപ്പിലായിരുന്നു ജോലി. സൈനൈഡ് ഉൾപ്പെടെയുള്ള ചില കെമിക്കലുകൾ സൂക്ഷിക്കുക സ്വാഭാവികമാണ്. ഇതായിരിക്കാം ഗ്രീഷ്മയും സജിതയും ഉപയോഗിച്ചതെന്ന് ബന്ധുക്കൾ പറയുന്നു. 1 മാസം മുന്നെയാണ് ഗ്രീഷ്മയുടെ അച്ഛൻ രാജൻ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത്. അതേസമയം വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ പിടിയിലായത്. ഉണ്ണികൃഷ്ണന്റെ മാനസിക പീഡനമാണ് ഇരുവരുടെയും മരണത്തിന് കാരണമെന്ന് വ്യക്തമാക്കി അമ്മ സജിത എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തിരുന്നു. തുടർന്നാണ് അന്വേഷണം ഊർജിതമാക്കിയത്.